വെൽക്കം ബാക്ക് ടു ദ ചാനൽ എവരിവൺ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എനിക്ക് തോന്നുന്നു 4 വർഷത്തോളമായി ഒരു വീഡിയോ ഇട്ടിട്ട്. അതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ മുന്നത്തെ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, SD റോഡ് കിങ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയൊരു പോസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്തൊരു റോഡ് കിങ് എടുത്തിട്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എന്തായാലും വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പോവാണ്. ഇന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഗൗതം എന്ന് പറയുന്ന ഒരാളുടെ വണ്ടിയാണ് നമ്മൾ നോക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ജനശതാബ്ദി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. ഇപ്പോൾ ആലുവയ്ക്ക് പോയിട്ട് ആലുവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്ന്, KSRTC ബസ്സിൽ പോകാമെന്നാണ് പ്ലാൻ. ഇപ്പോൾ സമയം 4-4:30 കഴിഞ്ഞു, 5 മണിയാവാറായി. ആലുവയ്ക്ക് പോകാം, ഏതെങ്കിലും ഒരു ബസ് കിട്ടും, പോവാം. നോക്കാം. ആലുവയിൽ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഈ ബസ് ഇപ്പോൾ ആലുവയിലേക്ക് എടുക്കുന്ന പറയുന്നത്. ആലുവല്ല ഏട്ടാ, ഓക്കെ. ഈ ബസ് ആലുവയാണ്. ഞാൻ നേരത്തെ ആലുവയിൽ വന്നിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും പറവൂരായിരുന്നു പോസ്റ്റ്. ആലുവ ബസ്സിൽ കയറിയിട്ടുള്ളൂ. ഇതൊക്കെ പിടിച്ച് പോക്കാണ് ഗൈസ്. ഹെൽമെറ്റും ബാഗും. ഇനി അവൻ എന്തൊക്കെയോ സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എവിടെ കൊണ്ട് വയ്ക്കുമോ എന്തോ. ആ വണ്ടിയിൽ ക്യാരിയറും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ആലുവയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ട്രിവാൻഡ്രം ബസ് കിട്ടി കേട്ടോ. ഏതാണ് നമ്മുടെ ബസ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയൊക്കെ ചേർത്തല എത്തിയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആലുവ ഇറങ്ങിയതും ഒരു ട്രിവാൻഡ്രം ബസ് വന്നതും. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വൈറ്റിലേക്ക് മെട്രോ കയറി പോയിട്ട് അവിടെ നിന്ന് ട്രിവാൻഡ്രം ബസ് പിടിക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആലുവയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയപ്പോഴേ ഇവിടെ ഫുഡ് കഴിക്കാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഞാൻ 2 കൊഴുക്കട്ട മാത്രം വാങ്ങിയുള്ളൂ, വേറെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കടയൊക്കെ ഉണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല, എന്തിനും കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രിയ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരെണ്ണം നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുക്ക് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വിളിച്ച് പറയുക ചെയ്ത്. അപ്പോൾ ഒരു റൂം മാറ്റിയിടാമെന്ന് പറഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 2 മണിയായി. അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂം, ചെറിയ റൂമാണ്. 900 രൂപയാണ്. ബാത്റൂം നോക്കിയില്ല. എപ്പോഴും വരുമ്പോൾ അപ്പം തന്നെ ബാത്റൂം നോക്കണം എന്നാണ് പറയുക. കുഴപ്പമില്ല, വെരി ഗുഡ്. ഇതിനിടയിൽ വേറൊരു കാര്യം ഉണ്ടായി. ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ശ്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്യാമണ്ണ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു വണ്ടി എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ അളിയനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവൻ 11 മണി, രാത്രി 11 മണിക്കാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതായത് ദേശത്ത് നിന്ന്, ആലുവ ദേശം. അവൻ്റെ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഞാൻ 6:30 ബസ് കയറിയതാണ് ആലുവയിൽ നിന്ന്. ഞാൻ എത്തിയത് വെളുപ്പാകാലം 2 മണിക്കാണ്. നല്ല ക്ഷീണമുണ്ട്. ബസ്സിൽ വരവ് ഒട്ടും സെറ്റായില്ല. അത് ഈ ഹെൽമെറ്റും ബാഗും ഒക്കെ എല്ലാം കൂടെയൊക്കെ പിടിച്ച് വന്നുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല രസമായിരുന്നു. ശ്യാമണ്ണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഗൈസ്. രാവിലെ 8 മണിയാവാറായി. ഇന്നലെ രാത്രി എത്തിയതാ. വന്നതേ ഓർമ്മയുള്ളൂ, നേരെ കിടന്നുറങ്ങി. ഞാൻ എത്തിയൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവനെത്തി. ഇതേ ഉള്ളൂ, ഈ ടീഷർട്ട്, ഈ പാൻറ്റ്, പിന്നെ എന്താ പറയുക, ഒരു ബ്രഷ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഹെൽമെറ്റ്, ഗ്ലൗസ്. ഞാൻ ഇന്നലെ റൂമൊക്കെ എടുത്തിരുന്നപ്പോൾ ഒരു 10 മിനിറ്റ് 2:30 ആയപ്പോഴേക്ക് എത്തിയല്ലേ. അപ്പോഴേക്കും വന്നു. അപ്പം ഞാൻ വണ്ടിയുടെ ഓണർ പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കാലിക്കട്ടായിരുന്നു. അവനൊരു 20-25 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാം. ഇതാണ് നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലം, പ്രിയ ടൂറിസ്റ്റ് ഹോം. അപ്പോൾ ഇതേ തമ്പാനൂരാണ് നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഫുഡ് അടിക്കാനുണ്ടാവും ഗൈസ്. ഇതേ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ എന്തോ ഒരു ഇത് കാണുന്നുണ്ട് ഗൈസ്. അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നാണ് കഴിച്ചത്, ക്യാപിറ്റൽ കഫേ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ദോശയും ചായയോട് കുടിച്ചത് നല്ല ഫുഡായിരുന്നു അല്ലേ. സൂപ്പർ ഫുഡ്. നമുക്കൊന്ന് റൂമിൽ പോവാം, നേരെ ഇറങ്ങുക, അവൻ്റെ അവിടെ പോവാം, വണ്ടി എടുക്കുക, വിടുക.
ഓക്കെ നമ്മളിത് ഫുൾ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പം ഇനി അവൻ്റെ വീട്ടിലെത്തിയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് കാണാം. ഇതാണോ പുറത്തിരിക്കൊണ്ടത്? അല്ല അപ്പോൾ ഓക്കെ ഇറങ്ങാം. അപ്പോൾ ഓക്കെ ബ്രോ, അപ്പം ഇനി കാണാം. ഓക്കെ ഓക്കെ വിളി. നേരെ പോവുക പുല്ലാണിവിള ജംഗ്ഷൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവിടുന്ന് റൈറ്റ് പോകണം. അവിടെ തൊട്ട് നിങ്ങൾ ലൊക്കേഷൻ ഇട്ടാൽ മതി. അവിടുന്ന് പോത്തങ്കോട് പോകും. അവിടുന്ന് ഹൈവേന്ന് പോത്തങ്കോട് MC റോഡ് കയറുന്ന ഒരു ബൈപ്പാസ് റോഡുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ പോത്തങ്കോട് ടച്ച് ചെയ്തേ കയറാൻ പറ്റത്തുള്ളൂ. പോത്തങ്കോട് പെട്രോൾ അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓയിലില്ലേ ജി? ഓയിൽ അങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നേക്കാണ് ചേച്ചി. 7 ലിറ്റർ പെട്രോളും 7 ലിറ്റർ പെട്രോള് 350 ml ഓയിൽ. സ്റ്റാർട്ട് ആവണില്ലേ? സൂപ്പർ. എന്തോ പ്രശ്നം ഇലക്ട്രോണിക്സ് അല്ലേ, എനിക്കറിഞ്ഞൂടെ എന്താന്ന്. മറ്റേതാരണം ഈ കാറ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഇതെന്താ കേടുന്ന ആർക്കറിയാം. ബ്ലോക്കാണ് ഗൈസ്. ഇതാണ് കേസ് എളുപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. ഓഹോയ് ഓഹോയ് ഓഹോയ്. ഓക്കെ, എന്തൊരു ഊള ട്രാഫിക്കാണ്. ഇതാണ് നമ്മളുടെ പുതിയ വണ്ടി. ഇതാണ് എൻ്റെ വണ്ടി ഗൈസ്, ഇതാണ് എൻ്റെ വണ്ടി. ബുള്ളറ്റ് അധികം വൈകാതെ വരുന്നതായിരിക്കും. ശ്യാമണ്ണൻ വണ്ടി ഓടിച്ചു നോക്കാൻ പോവാണേ. അടിച്ചല്ലോ. വണ്ടിയൊക്കെ എടുക്കാൻ മറന്നുപോയി. വണ്ടി എടുക്കാൻ മറന്നുപോയിട്ട് വണ്ടി കൂത്താട്ടോ ഓടിക്കാൻ. ഇതൊക്കെ ശ്യാമണ്ണൻ വണ്ടി. ശ്യാമണ്ണൻ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് നല്ലോണം തട്ടി മുകളിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ് തട്ടി നല്ലോണം മുകളിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായ അത് സ്റ്റാൻഡ് ഇട്ടേക്കുക. എങ്ങനെയുണ്ട്? സൂപ്പർ. സോ ലെറ്റ്സ് ഗോ. ഒരു 34 കിലോമീറ്റർ ഈ വഴിയാണ്. നീ എടുത്തോ, ഞാൻ പുറകെ എടുത്തോ. ഓക്കെ, ന്യൂട്രലാണല്ലോ. വിട്ടേട്ടെ, പയ്യെ പോകണ്ട. ഓക്കെ ബൈ.
ഗൈസ് കുറേ വന്നിട്ടും ഹോട്ടലൊന്നും കാണുന്നില്ല. ചായ കുടിക്കാം അല്ലേ? നമുക്കങ്ങനെ പോയി ചായ കുടിക്കാൻ വിചാരിക്കും. അവിടെ ഒരു ചായക്കട കാണുന്നുണ്ട്, കണ്ടോ? നിറച്ച് ആൾക്കാരൊക്കെ ഒരു ചായ കുടിക്കുന്നു. ഇവിടെ പ്യുവർ വെജ് ഹോട്ടലിന് എഴുതിയിട്ടുണ്ട്. ചോറ് വല്ലതും കിട്ടുമായിരിക്കും. എന്തായാലും നോക്കി നോക്കാം. ഹൗ വാസ് യുവർ റൈഡ്? ഹൗ വാസ് യുവർ റൈഡ്? കുണ്ടിയെല്ലാം പൂച്ച്. നെറ്റിനകത്തല്ലേ ചന്തി ഉണ്ടോന്ന് അറിയാൻ പറ്റത്തില്ല. അയ്യോ, ഭ്രഷ്ടം. അതെ, മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? അയ്യോ, മറ്റേ സ്മെല്ലെന്താ പറയണ? നിതംബത്തിലൊരു ചെറിയ വേദന. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ കഴിക്കാൻ. ഓക്കെ, ഊണൊക്കെ ഉണ്ടെന്ന് പറയണ്ട. ഫോട്ടോ ഉണ്ട് ഊണ്. എന്താ കിട്ടണമെന്ന് വെച്ചാൽ വാങ്ങിക്കേറ്റാ. ഓക്കെ.